CDS അക്കൗണ്ടന്റുമാർക്ക് വേണ്ടിയുള്ള ടാലി പരിശീലനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ CDSകളിലേക്ക് വേണ്ടി എങ്ങനെയാണ് ടാലി സോഫ്റ്റ്വെയർ കോൺഫിഗർ ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹെഡ് ഏകീകരണവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ക്രിയേഷനും ലെഡ്ജർ ക്രിയേഷനുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ തുടങ്ങിയാണ്. ഹെഡ് ഏകീകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യമായി ക്രിയേറ്റ് ചെയ്യേണ്ട മെയിൻ ഗ്രൂപ്പുകൾ രണ്ടെണ്ണമാണുള്ളത്. അതിൽ ഒന്ന് ഓൺ ഫണ്ട് ഇൻകവും രണ്ട് ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷനുമാണ്. നമ്മൾ ഇന്നത്തെ ഡെമോയിൽ ഇതിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്ത് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ക്രിയേഷനാണ്. ആദ്യമേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് രണ്ട് ഗ്രൂപ്പുകളാണെന്ന് പറഞ്ഞു. ഒന്ന് ഓൺ ഫണ്ട് ഇൻകം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ ഗ്രൂപ്പും രണ്ടാമത് ഡിസ്ട്രിക്ട് മിഷനിൽ നിന്നുള്ള വരവുകൾ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള മറ്റൊരു ഗ്രൂപ്പുമാണ് പ്രധാന ഗ്രൂപ്പുകളായിട്ട് വരുന്നത്. ഇതിൽ ഓൺ ഫണ്ട് ഇൻകം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓൺ ഫണ്ട് ഇൻകം നമുക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാം. CDSൻ്റെ തനത് വരുമാനങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നതിനുള്ള മെയിൻ ഹെഡാണ് ഓൺ ഫണ്ട് ഇൻകം എന്ന് പറയുന്നത്. ഇതിൻ്റെ അണ്ടറിൽ ഓൺ ഫണ്ടിൻ്റെ വിവിധ ലെഡ്ജറുകൾ വരുന്നുണ്ട്. NHG അഫിലിയേഷൻ ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ME അഫിലിയേഷന്, NHG ഓഡിറ്റിൻ്റെ ഷെയർ, CFൻ്റെ ലോൺ ഷെയർ, ഇങ്ങനെ പല തരത്തിലുള്ള ഓൺ ഫണ്ട് ഇൻകം വരുന്നത് ഈ ഓൺ ഫണ്ട് ഇൻകം എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൻ്റെ അണ്ടറിലേക്കാണ്. ഓൺ ഫണ്ട് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ഇൻകം ആണ്. ഇവിടെ ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്ന ഒരു ഐറ്റം ഇല്ല. കാരണം നമ്മൾ ഈ അക്കൗണ്ട്സിനെ കോൺഫിഗർ ചെയ്ത സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാറ്റി ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് കോൺഫിഗർ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ ട്രേഡിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസും എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി ഇല്ല. ഇവിടെ ഒറ്റ കാറ്റഗറി ഇൻകം ആൻഡ് എക്സ്പെൻസസ് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇവിടെ ഡയറക്റ്റ് ഇൻകമോ ഇൻഡയറക്റ്റ് ഇൻകമോ അങ്ങനെ ഒരു സെപ്പറേറ്റ് ക്ലാസിഫിക്കേഷൻ ഇല്ല. ഇവിടെ എല്ലാം ഇൻഡയറക്റ്റ് ഇൻകമായിട്ടും ഇൻഡയറക്റ്റ് എക്സ്പെൻസുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഡയറക്റ്റ് ഇൻകം എന്നും അതിൻ്റെ സെക്കൻഡറി പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് ഇൻകവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് ഇൻകവും ഒക്കെ വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല. പകരം ഇൻഡയറക്റ്റ് ഇൻകം ആണ്. രണ്ടിൻ്റെയും ഇമ്പാക്റ്റ് നമുക്കിവിടെ സെയിം ആണ്. തുടർന്ന് തൊട്ട് താഴെയുള്ള 4 ചോദ്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾ എസ് കൊടുക്കണം. അതായത് ഗ്രൂപ്പ് ബിഹേവ് ലൈക്ക് എ സബ് ലെഡ്ജർ. പിന്നീട് ഇതൊരു സബ് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അവിടെ എസ് കൊടുക്കുക. നെറ്റ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ഷീറ്റ് ഫോർ റിപ്പോർട്ടിംഗ്. ഈ 2 ചോദ്യങ്ങൾക്ക് എപ്പോഴും എസ് കൊടുത്ത് വേണം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൺ ഫണ്ട് ഇൻകത്തിനുള്ള പ്രധാന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രധാന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷൻ എന്നുള്ളതാണ്. ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷൻ എന്നോ DMC ഫണ്ടെന്നോ ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ടെന്നോ എങ്ങനെ വേണമെങ്കിലും ഏത് പേരിൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ എയിം ഒന്ന് മാത്രമാണ്, ജില്ലാ മിഷനിൽ നിന്ന് വരുന്ന ഫണ്ടുകളെല്ലാം ഈ ഗ്രൂപ്പിൻ്റെ അണ്ടറിലേക്കാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇത് കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെയും ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുത്ത് സേവ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തത് CDSകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെഡ് ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള 2 മെയിൻ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക മാത്രമാണ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഡിസ്ട്രിക്ട് മിഷനിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ പല തരത്തിലുണ്ട്. NRLM ഫണ്ടുണ്ട്, പ്ലാൻ ഫണ്ടുണ്ട്. ഇങ്ങനെ 5 തരം ഫണ്ടുകളാണ്, 5 ഹെഡുകൾ വരുന്ന ഫണ്ടുകളാണ് ജില്ലാ മിഷൻ നമുക്ക് അനുവദിച്ച് തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി സബ് ഗ്രൂപ്പുകൾ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഏതൊക്കെയാണെന്ന് നോക്കാം.
അതും ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഗ്രൂപ്പുകളായി തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിൻഡോ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിന്നുകൊണ്ട് NRLM ഫണ്ട് എന്നും NRLM ഫണ്ട് വരുന്നത് ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ടിൽ നിന്നാണ്, ഫണ്ട് ഫ്രം DMCയിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുത്ത് സേവ് ചെയ്യുക. രണ്ടാമത്തെ പ്ലാൻ ഫണ്ടാണ്. അതും ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് ഫ്രം DMCയിലാണ്. ഇതും ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുത്ത് സേവ് ചെയ്യുക. മൂന്നാമത്തത് DDUGKYയുടെ ഫണ്ടാണ്. അതും അണ്ടർ വരുന്നത് ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷൻ അല്ലെങ്കിൽ DMC ഫണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുത്ത് സേവ് ചെയ്യുക. അടുത്തത് KDISC ഫണ്ടാണ്. അതും ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷനാണ്. ഇതിനും ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുത്ത് സേവ് ചെയ്യുക. ലാസ്റ്റ് വൺ നമുക്ക് വരുന്നത് പേൾ ഫണ്ടാണ്. ഇത്രയും ഗ്രൂപ്പുകളെയാണ് നമ്മൾക്ക് ഇതിലേക്ക് ഗ്രൂപ്പ് ആയിട്ട് ഹെഡ് ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം 2 മെയിൻ ഗ്രൂപ്പുകളുണ്ട്. മെയിൻ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ഓൺ ഫണ്ട് ഇൻകം റെക്കോർഡ് ചെയ്യാനുള്ള ഗ്രൂപ്പും രണ്ടാമത്തത് ഫണ്ട് ഫ്രം DMCയിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ റെക്കോർഡ് ചെയ്യാനുള്ള ഗ്രൂപ്പുകളുമാണ്. ഫണ്ട് ഫ്രം DMC വീണ്ടും നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. NRLM ഫണ്ട്, പ്ലാൻ ഫണ്ട്, KDISC ഫണ്ട്, DDUGKY ആൻഡ് പേൾ. ഈ 5 എണ്ണത്തിനും സെപ്പറേറ്റ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു അണ്ടർ ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ട്. ഇത്രയും മാത്രമാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് തുടർന്ന് ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു സർക്കുലർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ലെഡ്ജറിൻ്റെ പേര്, ലെഡ്ജറിൻ്റെ കോഡ്, അണ്ടർ ഏതാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് ഓരോ CDSലേക്കും അത്യാവശ്യം വേണ്ട കുറച്ച് ലെഡ്ജറുകളെ കൂടി ഇതിലാക്കി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, ലെഡ്ജർ സെലക്ട് ചെയ്യുക. ലെഡ്ജറിൻ്റെ കോഡ് കൂടി ചേർത്ത് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഓൺ ഫണ്ടിൻ്റെ ഇൻകത്തിൽ വരുന്ന ലെഡ്ജറുകളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൺ 01 NHG അഫിലിയേഷൻ ഫീസ്, NHG അഫിലിയേഷൻ ഫീസ് അണ്ടർ ഓൺ ഫണ്ട് ഇൻകമാണ്. ഇവിടെ ഇൻട്രസ്റ്റ് ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ ആണ്. ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ നോ ആണ്. നമ്മൾക്കറിയാം നമ്മളുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത് കോസ്റ്റ് സെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി അക്കൗണ്ട്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും സുഗമമായ സോഴ്സ് അത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കിവിടെ ഓരോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. NHG അഫിലിയേഷൻ ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ NHGകളും വർഷത്തിൽ അഫിലിയേഷൻ പുതുക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എൻട്രികൾ വരാറുണ്ട്. അപ്പോൾ പണം വരുമ്പോൾ അഫിലിയേഷൻ ഫീസ് എന്ന് മാത്രം എഴുതി വെക്കുകയും ആര് തന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യണം. കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും പണം വാങ്ങുമ്പോൾ അവർ ആരാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോസ്റ്റ് സെൻറ്റർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആർക്കെങ്കിലും പണം കൊടുക്കുമ്പോൾ അത് ആർക്കാണ് കൊടുത്തത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇതിന് ബദലായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. പക്ഷേ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ലെഡ്ജർ ചെയ്തിട്ട് പിന്നെ അതിനെ ജേർണലൈസ് ചെയ്ത് ബാലൻസ് ഷീറ്റിലേക്കൊക്കെ കൊണ്ടുവരേണ്ട കുറേ സാങ്കേതിക കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടി വരും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഫണ്ട് വന്നു, ഫണ്ട് ചിലവായി, അത് ആർക്ക് കൊടുത്തു എന്നുള്ളത് ഒരു ചെറിയ റിപ്പോർട്ടായിട്ട് അവിടെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കാണുകയും ചെയ്യും. ഇതാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്.
ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് സബ്സിഡി അനുവദിച്ച് വരാറുണ്ട്. ഇൻട്രസ്റ്റ് സബ്സിഡി അനുവദിച്ച് വന്നു കഴിയുമ്പോൾ നമ്മളിത് വിതരണം ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് സബ്സിഡി വന്നു, ഇൻട്രസ്റ്റ് സബ്സിഡി പോയി എന്നടിച്ച് വെക്കുക. പക്ഷേ ഇത് വിതരണം ചെയ്യുമ്പോൾ കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ അയൽക്കൂട്ടത്തിന് എത്ര രൂപ കൊടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി നമ്മുടെ ടാലിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊന്ന് എടുത്ത് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത്, എത്രയാണ് കൊടുത്തു എന്നുള്ളതൊക്കെ ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഫയൽ തപ്പിയെടുക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ടാലിയിൽ നിന്നും റിപ്പോർട്ടുകൾ നോക്കാൻ പറ്റും എന്നുള്ളതാണ്. റിപ്പോർട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫയൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിലൂടെ ചെയ്യാൻ കഴിയും. ഇതാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ് ചെയ്യാൻ. നമ്മുടെ ടാലി സോഫ്റ്റ്വെയർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി എൻട്രീസ് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ആദ്യത്തെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓൺ ഫണ്ടിൻ്റെ എനർജി അഫിലിയേഷൻ ഫീസ് എന്ന് പറയുന്ന ആദ്യത്തെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ ഓൺ ഫണ്ട് ഇൻകം ആണ്, മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല. അപ്പോൾ അതിൻ്റെ ഓരോ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അതിൽ കോസ്റ്റ് സെൻറ്റർ വേണമോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ മോർ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണിക്കും. അതിൽ താഴെ വരുമ്പോൾ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എൻ്റർ ചെയ്യുക. അവിടെ വെച്ചിട്ട് യെസ് വൈ എൻ്റർ ചെയ്ത് സേവ് ചെയ്യണം. ഒന്നുകൂടി കാണിക്കാം. വലത് സൈഡിൽ മോർ ഡീറ്റെയിൽ പ്രസ് ചെയ്യുക. അവിടെ കോസ്റ്റ് സെൻറ്റർ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ യെസ് എൻ്റർ ചെയ്തിട്ട് അവിടെ യെസ് തന്നെ ആക്കി. അവിടെ ഓപ്ഷൻ ഇല്ല. യെസ് എന്നുള്ളതിൻ്റെ വൈ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക് യെസ് ആയിക്കോളും. എന്നിട്ട് അതടിക്കുമ്പോൾ അത് യെസ് എന്നുള്ളത് അവിടെ സേവ് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് ലെഡ്ജർ ക്രിയേഷനാണ്. ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ബാലൻസ് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ട്. അതിന് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്യണം. ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിനെ കുറിച്ച് പ്രസ് ചെയ്ത് പറയുന്നില്ല. കാരണം പല CDSകളിലും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓപ്പണിംഗ് ബാലൻസുകൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തൽക്കാലം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു പോവുക. ബാലൻസ് ഷീറ്റ് കിട്ടുന്ന മുറയ്ക്ക് ഇത് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതെന്നുള്ള അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അടുത്ത ഓൺ 02 എനർജി രജിസ്ട്രേഷൻ ഫീസ്. ആദ്യം നമ്മൾ ചെയ്ത എനർജി അഫിലിയേഷൻ റിന്യൂവൽ ഫീസാണ്. ഇത് രജിസ്ട്രേഷൻ ഫീസാണ്. അതും ഓൺ ഫണ്ട് ഇൻകം തന്നെയാണ്. ആപ്ലിക്കബിലിറ്റി ഒന്നുമില്ല. ഇൻട്രസ്റ്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇവിടെയും മോർ ഡീറ്റെയിൽ എടുക്കുക. കോസ്റ്റ് സെൻറ്റർ എസ് ആണെന്നുള്ള ഉറപ്പാക്കിയിട്ട് സേവ് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്തത് ME അഫിലിയേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓൺ 03 ആണ്. ME രജിസ്ട്രേഷൻ ആൻഡ് അഫിലിയേഷൻ. ഓൺ ഫണ്ട് ഇൻകം ആണ്. ഇതിനും നമുക്ക് ME രജിസ്ട്രേഷനോ അഫിലിയേഷനോ നമുക്ക് കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്യണം. കാരണം ഏത് യൂണിറ്റാണ് അഫിലിയേഷൻ പുതുക്കിയത് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി യെസ് ആണെന്നുള്ളത് ഉറപ്പാക്കുക. സേവ് ചെയ്യുക. ലിങ്കേജ് ലോൺ സർവീസ് ചാർജ്. ലിങ്കേജ് ലോൺ സർവീസ് ചാർജിന് കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി യെസ് തന്നെ വേണം. ആര് തന്നു എന്നുള്ളത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് കൂടാതെ നമ്മൾക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അത് എപ്പോഴും ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളല്ല. AHCFൻ്റെ ഇൻട്രസ്റ്റ് ഷെയർ, ഈവൻ ദീപത്തിൻ്റെ സർവീസ് ചാർജ്, കൺവെർജൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചാർജുകൾ, CFൻ്റെ ഷെയർ, ബൾക്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പ്രോഫിറ്റ് ഷെയർ, മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഓൺ ഫണ്ട് ഇൻകം മറ്റ് പലതും പറയുന്നുണ്ട്. ആദ്യ സമയത്ത് ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാര്യം ഈ CFൻ്റെ ഷെയറൊക്കെ നമ്മൾ വിതരണം ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നതുള്ളേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇതുവരെയും ചെയ്തത് ഓൺ ഫണ്ട് ഇൻകത്തിൻ്റെ കുറച്ച് ലെഡ്ജറുകൾ മാത്രമാണ് ചെയ്തത്.
ഇനി നമുക്ക് കുറച്ച് NRLM ഫണ്ടിൻ്റെ ലെഡ്ജറുകൾ കൂടി ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഇതിൽ CDS അക്കൗണ്ടൻറ്റിൻ്റെ ശമ്പളത്തിൻ്റെ കോഡ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ORG08 ആണ്. CDS അക്കൗണ്ടൻറ്റ് സാലറി. ഇത് NRLM ഫണ്ടാണ്, അതുകൊണ്ട് NRLM ടൈപ്പ് ചെയ്യുക. ഇവിടെയും കോസ്റ്റ് സെൻറ്റർ വേണോ വേണ്ടയോ എന്നുള്ളതുണ്ട്. ഇവിടെ നമുക്ക് ഈ വർഷത്തിൽ കോസ്റ്റ് സെൻറ്റർ വേണ്ടിയിരിക്കുന്നു. കാരണം ട്രാൻസ്ഫർ ഉള്ളത് കൊണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ഇല്ലാത്ത വർഷമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് സെൻറ്ററിൻ്റെ ആവശ്യമില്ല. എപ്പോഴും CDSൻ്റെ അക്കൗണ്ടൻറ്റ് ഒരാൾ തന്നെ ആയതുകൊണ്ട് അക്കൗണ്ടൻറ്റ് സാലറി എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ആൾ മാറിയിട്ടുള്ളത് കൊണ്ട് ഏത് മാസം വരെയാണ് അവർ വാങ്ങിച്ചത് എന്നുള്ളതും ഏത് മാസം മുതലാണ് പുതിയ ആൾ വാങ്ങിച്ചത് എന്നുള്ളതും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്യണം. എസ് ആണ്, സേവ് ചെയ്യുക. അടുത്ത് ഇതിനകത്ത് വരുന്ന ഒരു ഐറ്റമാണ് നമ്മളുടെ CDSകളിലേക്ക് ആവശ്യമായി വരുന്ന ലെഡ്ജറുകൾ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. എല്ലാ ലെഡ്ജറുകളും എല്ലാ CDSനും ആവശ്യമില്ല. ലിസ്റ്റ് പരിശോധിച്ചിട്ട് ആവശ്യമുള്ളവ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് നമുക്ക് വരുന്ന ഒരു GRCയുടെ ഉണ്ട്, GD08 ജെൻഡർ റിസോഴ്സ് സെൻ്റർ ആണ്. ജെൻഡർ റിസോഴ്സ് സെൻറ്റർ അണ്ടർ NRLM ഫണ്ടാണ്. ഇതിന് കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി വേണം. കാരണം GRCയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ വരുന്നതാണ്. അതിൽ എന്തിൻ്റെ ഫണ്ടാണ്, എന്തിനാണ് ചിലവഴിച്ചത് എന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്യണം. ഓക്കെ. ഇതിന് പ്ലാൻ ഫണ്ട് എടുക്കുമ്പോൾ ധാരാളം ഐറ്റംസ് ഉണ്ടാകും. NRLM ഫണ്ട് ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട ഫണ്ടുകളാണ് കൂടുതലും വരാറുള്ളത്. ഇനി പ്ലാൻ ഫണ്ട് നോക്കാം. പ്ലാൻ ഫണ്ടിൻ്റെ ORG01 അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻഡ് ആണ്. അത് പ്ലാൻ ഫണ്ടാണ് വരുന്നത്. പ്ലാൻ ഫണ്ട് സെറ്റ് ചെയ്യുക. ഇവിടെ കോസ്റ്റ് സെൻറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി എസ് ആണെന്നുള്ളത് ഉറപ്പാക്കുക. മിക്കവാറും ഒരെണ്ണം നമ്മൾ എസ് ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതും എസ് ആയിരിക്കുമെങ്കിലും അത് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻഡ് പ്ലാൻ ഫണ്ടാണ്. പ്ലാൻ ഫണ്ട് എന്ന ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുന്നത്, അണ്ടർ കൊടുത്തിരിക്കുന്നത്. ഇത് CDS ചെയർപേഴ്സൺ ഓണറേറിയം ആണ്. CDS ചെയർപേഴ്സൻ്റെ ഓണറേറിയം ORG02 ആണ്. പ്ലാൻ ഫണ്ടാണ്. ഇവിടെയും നമുക്ക് കോസ്റ്റ് സെൻറ്റർ ഓപ്പൺ ചെയ്തിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CDS ചെയർപേഴ്സൺ മാറുന്ന സമയത്ത് നമുക്കിത് പേര് മാറ്റി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഓപ്പൺ ചെയ്തിടാം. മറ്റൊന്ന് അർബൻ CDSകളിലെ അക്കൗണ്ടൻ്റ് സാലറിയാണ് ORG04 എന്ന് പറയുന്നത്. ഇത് DFK ചലഞ്ച് ഫണ്ടാണ്. DFK01 എന്ന് പറയുന്ന DFK01 ചലഞ്ച് ഫണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അതും പ്ലാൻ ഫണ്ട് തന്നെയാണ്. ഇതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നമ്മൾ ചലഞ്ച് ഫണ്ട് ഉപയോഗിച്ച് ഓരോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാൻ ഇത് ആക്റ്റീവ് ആയിരിക്കണം. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ കൊടുക്കേണ്ടതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഉള്ളവർ ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക, ഇല്ലാത്തവർ പിന്നീട് കൊടുക്കുക. ഓക്കെ. ഇങ്ങനെ നമ്മളുടെ ലിസ്റ്റ് പരിശോധിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ലെഡ്ജറുകൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യുക. MF01 ഉണ്ട്. MF01
ഇൻട്രസ്റ്റ് സബ്സിഡി. പ്ലാൻ ഫണ്ടാണ്. നിർബന്ധമായിട്ടും പ്രോസസ് സെൻറ്റർ വേണ്ട ഒരു കേസാണത്. ഏതൊക്കെ ഗ്രൂപ്പുകൾക്കാണ് കൊടുക്കുന്നത് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അത് ആക്ടിവേറ്റ് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടത് സെക്കൻഡറി ക്രിയേഷൻ എന്നുള്ള നിലയിൽ ലെഡ്ജർ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില ലെഡ്ജറുകൾ നമ്മൾ CDSൽ ഉപയോഗിക്കുന്ന ചില ലെഡ്ജറുകൾ ഇല്ലാമിഷൻ കോഡ് തന്നിട്ടുണ്ടായിരിക്കത്തില്ല. എന്ന് വെച്ചാൽ അത് നമ്മൾക്ക് ഫണ്ട് ഇങ്ങോട്ട് തരുന്ന ഫണ്ടിന് മാത്രമേ അവർ കോഡ് നിശ്ചയിച്ചിട്ടുള്ളൂ. നമ്മുടെ CDSൽ നടക്കുന്ന തനത് പ്രവർത്തനങ്ങൾക്ക് അവർ കോഡ് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് പ്രത്യേകിച്ച് കോഡൊന്നും കൊടുക്കേണ്ട. ഫണ്ടുകൾ പലതരത്തിൽ വരും. നമ്മൾക്ക് വരുമാനമായിട്ടുള്ള ഫണ്ടുകളുമുണ്ട്, നമ്മൾക്ക് ചിലവഴിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുന്ന ഫണ്ടുകളുമുണ്ട്. അപ്പോൾ ചിലവഴിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുന്ന ഫണ്ട് ജില്ലാ മിഷനിൽ നിന്ന് തരികയാണെങ്കിൽ അതിൻ്റെ ഒരു കോഡ് ഉണ്ടാകും. ആ കോഡ് ചേർത്തിട്ട് വേണം എൻ്റർ ചെയ്യാൻ. പ്ലാൻ ഫണ്ടാണോ, NRLM ഫണ്ടാണോ, KDISCൻ്റെ ഫണ്ടാണോ, DDU ഫണ്ടാണോ, പേളിൻ്റെ ഫണ്ടാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ അണ്ടർ കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇതില്ലാതെ നമുക്ക് പല ഫണ്ടുകളും നമ്മുടെ CDSലേക്ക് വരുന്നുണ്ട്. ആ വരുന്ന ഫണ്ടുകൾ തിരിച്ച് മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ അവയെല്ലാം കറണ്ട് ലയബിലിറ്റി എന്നുള്ള രീതിയിൽ വേണം റെക്കോർഡ് ചെയ്യാൻ. ഇനി CDSൻ്റെ ഓൺ ഫണ്ടിലേക്ക് വരുമാനമായിട്ട് തിരിച്ചിനി കൊടുക്കണ്ട, ഇത് നമ്മൾ CDSൽ ഇട്ടിട്ട് CDSൻ്റെ വരുമാനമായിട്ട് പരിഗണിക്കാവുന്ന ഫണ്ടുകളെല്ലാം ഓൺ ഫണ്ട് ഇൻകം എന്നുള്ള നിലയിലും ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ലെഡ്ജർ ക്രിയേഷൻ്റെ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അത്യാവശ്യം ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തന്നിരിക്കുന്ന ലെഡ്ജറിൻ്റെ ഹെഡിൻ്റെയും ലിസ്റ്റ് വെച്ചിട്ട് ഏത് അണ്ടറിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ അതിനകത്ത് വിശദമായി കാണിക്കുന്നുണ്ട്. അതനുസരിച്ച് ചെയ്താൽ മതിയാവും. ഇനി നമ്മൾക്ക് എൻട്രി വരുന്ന സമയത്ത് സൂചിപ്പിക്കാം. ഇന്നും ചില സമയങ്ങളിൽ അത് സൂചിപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ലിസ്റ്റ് വെച്ചിട്ട് പരിശോധിച്ചിട്ട് വേണം ഇത് എൻ്റർ ചെയ്യാൻ. ഇനി ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് റെസിപ്റ്റ്. നമ്മുടെ CDSൽ ദൈനംദിനം ഉണ്ടാകുന്ന ഒരു പ്രധാന ഐറ്റമാണ് റെസിപ്റ്റ് എന്ന് പറയുന്നത്, റെസിപ്റ്റ് കളക്ഷൻ. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം റെസിപ്റ്റ് എഴുതാറുണ്ട്. അവസാനം വന്നിട്ടുള്ള സർക്കുലർ ജൂലൈ മാസം 24-ാം തീയതി സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ബുക്ക് ലെഡ്ജർ മാത്രം ഒഴിവാക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഒഴിവാക്കുക എന്ന് വെച്ചാൽ എടുത്ത് കളയാനല്ല പറഞ്ഞത്. അത് ടാലിയിലുള്ളത് കൊണ്ട് അത് നിർബന്ധമില്ല എന്നുള്ളതാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കി എല്ലാ രജിസ്റ്ററുകളും രേഖകളും ആവശ്യമാണ്. റെസിപ്റ്റ് ബുക്ക്, റെസിപ്റ്റ് കളക്ഷൻ ബുക്ക്, വ്യക്തിഗത ലോൺ കൊടുക്കുന്ന ലെഡ്ജറുകൾ, ലോൺ ലെഡ്ജറുകൾ, അസറ്റ്, സ്റ്റോക്ക്, അപ്പോൾ ഇങ്ങനെയുള്ള മറ്റ് രജിസ്റ്ററുകളെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഡാറ്റ നഷ്ടപ്പെട്ടു പോയാൽ തന്നെയും പലരും നമ്മൾക്ക് പണം തന്നിട്ടുള്ളതാണ് റെസിപ്റ്റ് പ്രകാരം. ആ റെസിപ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ ആരാ പണം തന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റാതായിപ്പോകും. അതിന് വേണ്ടിയിട്ട് റെസിപ്റ്റ് ബുക്കും കളക്ഷൻ രജിസ്റ്ററും വേണം. ഇനി ലോൺ കൊടുത്തിട്ടുള്ളതിൻ്റെ രേഖ ബാങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷേ ആ തിരിച്ചടച്ചതിൻ്റെ രേഖ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഡ്ജർ, അവരുടെ വ്യക്തിഗത ലെഡ്ജർ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില വിഷയങ്ങളുള്ളത് കൊണ്ട് തന്നെ ചില രേഖകളെല്ലാം വളരെ നിർബന്ധമായും നമ്മൾ കൃത്യമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പോയിന്റിൽ പറയുന്നത്, നമ്മളുടെ റെസിപ്റ്റ് എഴുതുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ എഴുതി നിർത്തിയ മാർച്ച് 31-ന് എഴുതി നിർത്തിയതിന് ശേഷമുള്ള റെസിപ്റ്റുകളായിരിക്കുമല്ലോ നമ്മൾ എഴുതുന്നത്. അതെന്തായാലും 1 എന്നും പറഞ്ഞായിരിക്കത്തില്ല തുടങ്ങുന്നത്, ഒരു പ്രത്യേക നമ്പറിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ റെസിപ്റ്റിൻ്റെ നമ്പർ, നമ്മളുടെ റെസിപ്റ്റും ടാലിയിലെ റെസിപ്റ്റും എങ്ങനെ ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ സെഷനിൽ പറയുന്നത്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് ആൾട്ടർ എടുക്കുക. ആൾട്ടർ എടുത്തിട്ട് ഷോ മോർ എടുക്കുക. ആൾട്ടർ എടുക്കുക, ഷോ മോർ എടുക്കുക. അതിൽ താഴെ വൗച്ചർ ടൈപ്പ് ഉണ്ട്, വൗച്ചർ ടൈപ്പ്. ഇതിൽ റെസിപ്റ്റ് സെലക്ട് ചെയ്യുക. വൗച്ചർ ടൈപ്പിൽ റെസിപ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷനാണ് വന്നിരിക്കുന്നത്, വൗച്ചർ ടൈപ്പിൻ്റെ ഓൾട്രേഷൻ എന്ന് പറയുന്നത്. റെസിപ്റ്റ് നെയിം റെസിപ്റ്റ് ഉണ്ട്, ജനറൽ ഉണ്ട്. ഇവിടെ താഴെയായിട്ട് മെത്തേഡ് ഓഫ് വൗച്ചറിങ് നമ്പർ, വൗച്ചറിൻ്റെ അല്ലെങ്കിൽ റെസിപ്റ്റിൻ്റെ നമ്പർ ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളൊന്ന് മാറ്റി സെറ്റ് ചെയ്യുകയാണ്. ഓട്ടോമാറ്റിക് മാനുവൽ ഓവർറൈഡ്. ഓട്ടോമാറ്റിക് മാനുവൽ ഓവർറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫാൾട്ട് ഒരു നമ്പർ വന്ന് കിടക്കും.
നമ്മളതിനെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലെങ്കിൽ അത് തന്നെ അങ്ങ് സേവ് ആയിക്കോളും. ഇനി നമുക്കതൊന്ന് മാറ്റി, ഇപ്പം ഡിഫോൾട്ട് വന്ന് കിടക്കുന്ന 1 ആണ്, അത് മാറ്റി നമുക്ക് 5 ആക്കണമെങ്കിൽ നമ്മളവിടെ 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 5 അവിടെ വരും. നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഒന്നും ടൈപ്പ് ചെയ്യാൻ പോയില്ലെങ്കിൽ അത് 1 എന്ന് പറഞ്ഞ് സേവ് ആകും. അതാണ് ഓട്ടോമാറ്റിക് മാനുവൽ ഓവർ റൈഡ് എന്ന് പറയുന്നത്. ഇനി തൊട്ടുതാഴെ മാനുവൽ ഉണ്ട്. മാനുവൽ കൊടുത്തുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിപ്റ്റിന് നമ്പരേ വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക് മാനുവൽ ഓവർ റൈഡ് എന്ന് പറയുന്നത് എൻ്റർ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇത് വെച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റെസിപ്റ്റിൻ്റെ നമ്പർ, നമ്മൾ ഓഫീസിൽ ഏത് റെസിപ്റ്റാണോ എഴുതി തുടങ്ങുന്നത് ആ റെസിപ്റ്റിൻ്റെ നമ്പർ കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. ഇനി വൗച്ചറിൻ്റെ നമ്പർ കൂടെ നമുക്ക് എൻ്റർ ചെയ്യാം. വൗച്ചറിൻ്റെ നമ്പർ എന്തായാലും നമ്മുടെ വൗച്ചറുകൾക്ക് 1, 2 എന്ന് തന്നെയായിരിക്കും വരുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. പേയ്മെൻറ്റ് വൗച്ചറുകൾ എടുത്തിട്ട് അതിലും ഇതുപോലെ ഓട്ടോമാറ്റിക് മാറ്റിയിട്ട് ഓട്ടോമാറ്റിക് മാനുവൽ ഓവർ റൈഡ് എന്ന് പറയുന്നത് കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും നമുക്കൊരു വൗച്ചർ നമ്പർ ഒന്ന് മാറ്റിയിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ടാലി എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ദിവസം 5 വൗച്ചർ ഉണ്ടായിരുന്നു. ബൈ ചാൻസ് നമ്മൾ ഏറ്റവും അവസാനത്തെ വൗച്ചർ നമ്പർ ഉള്ളത് ആദ്യം ടാലിയിലേക്ക് എൻ്റർ ചെയ്താൽ വൗച്ചർ നമ്പർ എന്തായിരിക്കും, മുമ്പുള്ള ഒരു നമ്പറായിരിക്കും അതിൽ വന്ന് കിടക്കുന്നത്. അപ്പോൾ ആ ടാലിയിൽ വന്ന് കിടക്കുന്ന വൗച്ചർ നമ്പറും നമ്മുടെ യഥാർത്ഥ വൗച്ചർ നമ്പറും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, അത് മാനുവലായിട്ടൊന്ന് എഡിറ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് മാനുവൽ ഓവർ റൈഡ് എന്ന് പറയുന്ന സംഭവം മാറ്റിയതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നുള്ളത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഗേറ്റ് വേ ടാലിയിൽ നിന്ന് ഓൾട്ടർ എടുക്കുക, വൗച്ചർ ടൈപ്പ് എടുക്കുക, റെസിപ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ റെസിപ്റ്റിൻ്റെ നമ്പർ മാറ്റിയത്. താഴേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സെഷൻ മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിംഗ് എന്നുള്ളത് ഓട്ടോമാറ്റിക് മാനുവൽ ഓവർ റൈഡായി. ഇത് എൻ്റർ അടിച്ച് സേവ് ചെയ്യുക. രണ്ടാമത്തത് നമ്മൾ വൗച്ചർ ടൈപ്പിൽ തന്നെ പേയ്മെൻറ്റിൻ്റെ വൗച്ചർ ടൈപ്പ് മാറ്റാൻ, വൗച്ചർ നമ്പർ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അവിടെ ഓട്ടോമാറ്റിക് മാനുവൽ ഓവർ റൈഡ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ നമ്പറുകൾ എൻ്റർ ചെയ്യുന്ന വിധം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആക്ച്വൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കാം. ഇനി നമ്മൾ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറി ക്രിയേഷനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററിൻ്റെ ക്രിയേഷനും ഒന്നുകൂടി നമ്മുടെ ട്രെയിനിങ് പർപ്പസിന് വേണ്ടി ഒന്നുകൂടി നമ്മൾ ചെയ്യുകയാണ്. ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് കാറ്റഗറിയാണ്. അതിന് ഗേറ്റ് വേ ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്തിട്ട് കാറ്റഗറി സെലക്ട് ചെയ്യുക. ഇനി നമുക്കിതിൽ എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഓൾട്ടർ എടുക്കുക, കോസ്റ്റ് കാറ്റഗറി എടുക്കുക. ഇവിടെ ഞാൻ 4 ADSകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോസ്റ്റ് സെൻറ്റർ ഒന്നുമില്ല, 4 ADSകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നാലും കോസ്റ്റ് കാറ്റഗറി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടി കാണിക്കുകയാണ്. ഗേറ്റ് വേ ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, കോസ്റ്റ് കാറ്റഗറിയാണ് ADS എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക, ADS വാർഡ് 5. ഇവിടെ 2 ചോദ്യങ്ങൾക്ക് യെസ് കൊടുക്കണം. ആദ്യത്തേത് റവന്യൂ ഐറ്റംസ് എന്നുള്ള ഡിഫോൾട്ട് യെസ് ആയിരിക്കും. രണ്ടാമത്തെ നോൺ റവന്യൂ ഐറ്റം എന്നുള്ളിടത്ത് കൂടി എന്ത് ചെയ്യുക, യെസ് കൊടുത്ത് മാത്രമേ സേവ് ചെയ്യാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ കോസ്റ്റ് കാറ്റഗറി വെച്ചിട്ട് 5 ADSകൾ ഈ സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞാണ് കോസ്റ്റ് കാറ്റഗറി എന്താണെന്നുള്ളതും കോസ്റ്റ് സെൻറ്റർ എന്താണെന്നുള്ളതും. ആ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ADSകളെ സൂചിപ്പിക്കുന്നു. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ADSൻ്റെ അണ്ടറിൽ വരുന്ന NHGകൾ, ME യൂണിറ്റുകൾ, JLGകൾ എല്ലാം ഈ കോസ്റ്റ് സെൻറ്ററിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് സെൻറ്ററിൻ്റെ ക്രിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഗേറ്റ് വേ ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യുക. ഇവിടെ ഏത് കാറ്റഗറിയിൽ ഏത് ADSയിലെയാണ് NHG ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കണം. അവിടെ ADS വാർഡ് 1 എന്ന് കൊടുക്കുക. അവിടെ അന്നപൂർണ NHG, അതിൻ്റെ കൂടെ വാർഡ് 1 എന്നല്ലേ, അല്ലെങ്കിൽ വാർഡ് ഇങ്ങനെ ഒരു യൂണിഫോം മെത്തേഡിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. വാർഡ് 01 എന്ന് കൊടുക്കുക. ഇങ്ങനെ വീണ്ടും എന്തിനാണ് വാർഡ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത 2ാം വാർഡിലും അന്നപൂർണ എന്ന് പറയുന്ന NHG ഉണ്ടാവും.
അവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഡ്യൂപ്ലിക്കേഷൻ കാണിക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നപൂർണ്ണ NHG വാർഡ് 1 എന്നുള്ളത്. അതുപോലെ തന്നെ NHG എന്ന കോഡ് കൊടുക്കുന്നത് അവിടെ അന്നപൂർണ്ണ എന്ന പേരിൽ ചിലപ്പോൾ JLG ഉണ്ടാകും. ആ JLGയും ഇതുമായിട്ട് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അന്നപൂർണ്ണ എന്ന് പറയുന്ന NHG കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അന്നപൂർണ്ണ NHG 01 സേവ് ചെയ്യുക. അടുത്തത് അശ്വതി NHG ആണ്, വാർഡ് 02, വാർഡ് 01 തന്നെയാണ്. ADS വാർഡ് 1 NHG ആണ്. അശ്വതി NHG വാർഡ് 1 സേവ് ചെയ്യുക. ഭദ്ര NHG വാർഡ് 1. ഹരിത JLG വാർഡ് 1. ഓക്കെ, ഇനി ADS വാർഡ് 2 NHG ക്രിയേറ്റ് ചെയ്യാം. ഭാഗ്യ NHG വാർഡ് 02, ചൈതന്യ NHG വാർഡ് 02. ഇത് 3-ാം വാർഡിൽ ചെയ്യാം. ADS വാർഡ് 3 ആണ്. കൃഷ്ണ NHG വാർഡ് 03, നന്മ JLG വാർഡ് 3, KK കാറ്ററിംഗ് വാർഡ് 3. ഇനി ADS വാർഡ് 4 ആണ്. ADS വാർഡ് 4 ഹരിതമിത്രം JLG വാർഡ് 4. ദുർഗ NHG വാർഡ് 4. ധനലക്ഷ്മി NHG വാർഡ് 4. ഇനി ADS വാർഡ് 5 ആണ്. ADS വാർഡ് 5 നന്ദനം NHG വാർഡ് 5. കസ്തൂർബ NHG വാർഡ് 5. തിലകം JLG വാർഡ് 5. അമൃതം ME യൂണിറ്റ് വാർഡ് 5. അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മളുടെ കുറച്ച് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്ത് കാണിക്കാം. ട്രാൻസാക്ഷൻ എൻട്രി നടത്തുന്നതിനായിട്ട് വൗച്ചർ എൻട്രി ആണ്. വൗച്ചർ എൻട്രിക്ക് V പ്രസ് ചെയ്യുക, ഡേറ്റ് സെലക്ട് ചെയ്യുക. രണ്ടാങ്കിൽ റെസിപ്റ്റ് നമ്പർ 1 എന്ന് വന്ന് കിടപ്പുണ്ട്. അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ബ്ലിങ്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കവിടെ ഓൾട്ടർ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ അവിടെ വെച്ചിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ അവിടെ റെസിപ്റ്റ് നമ്പർ 1 എന്ന് തന്നെ പോകും. ഇനി നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റെസിപ്റ്റ് നമ്പർ 1251 ആണെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ അത് അവിടെ അങ്ങനെ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ കോൺഫിഗർ ചെയ്തത്. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് റെസിപ്റ്റ് ആകില്ല. അതിന് ഔദ്യോഗികമായ കൺഫർമേഷൻ ലഭിച്ചെങ്കിൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട്
നിലവിൽ റെസിപ്റ്റ് എഴുതി തന്നെ കൊടുക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തന്നെ പാലിച്ചു പോവുക. മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമായിരിക്കും. അപ്പം നമുക്ക് വരുന്നത് ക്യാഷാണ് വരുന്നത്. എന്തിനത്തിലാണ്? NHG രജിസ്ട്രേഷൻ ഫീസ്. പുതിയൊരു NHG രജിസ്റ്റർ ചെയ്യാണ്. 200 രൂപ ഫീസ് വാങ്ങിച്ചു. അത് ADS വാർഡ് 1 ADS വാർഡ് 5 പുതിയൊരു അയൽക്കൂട്ടമാണ്. ആ അയൽക്കൂട്ടത്തിൻ്റെ പേര് നമ്മൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിതിനെ ഈ കോസ്റ്റ് സെൻറ്ററിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആഡ് ചെയ്യാൻ പറ്റുവാനെ. ADS വാർഡ് 5 നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ അയൽക്കൂട്ടത്തിൻ്റെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. നമുക്ക് ഇവിടെ നിന്നിട്ട് Alt+C പ്രസ് ചെയ്യുക. Alt+C പ്രസ് ചെയ്തിട്ട് കാറ്റഗറി സെലക്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറി അവിടെ വന്ന് കിടക്കത്തില്ല. നമ്മൾക്ക് ഏത് കാറ്റഗറിയാണോ വേണ്ടത് ആ കാറ്റഗറി അവിടെ സെലക്ട് ചെയ്തിട്ടേ കൊണ്ടുവരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടാകും. ADS വാർഡ് 5 തന്നെ സെലക്ട് ചെയ്തിട്ട് അവിടെ ധന്വന്തരി എന്ന് പറയുന്ന NHG വാർഡ് 5 എപ്പോഴും യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനൊരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസാണ് വന്നത്. നരേഷൻ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, ഇല്ലെങ്കിൽ നമുക്കത് സേവ് ചെയ്യാം. ഇനി ഇതിൻ്റെ റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. സേവ് ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക? പ്രിൻ്റ് പ്രസ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ റെസിപ്റ്റ് വൗച്ചറിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ പറ്റും. ഇതിനെ ഒന്ന് സൂം ചെയ്ത് കാണാം. ഇവിടെയാണ് PPD CDS 24-25 PPD ഗ്രാമപഞ്ചായത്ത് ഇമെയിൽ ID ഉണ്ട്. അവിടെ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ അഡ്രസ്സൊക്കെ വരും. അത് റെസിപ്റ്റ് വൗച്ചറാണ്. റെസിപ്റ്റ് നമ്പർ 1251. നമ്മൾ എഴുതുന്ന റെസിപ്റ്റിൻ്റെ അതേ സെയിം നമ്പർ തന്നെയാണ് അവിടെ വരുന്നത്. ഡേറ്റ് 2 മെയ് 2024. അക്കൗണ്ട് എന്ന് പറയുന്നത് ON02 NHG രജിസ്ട്രേഷൻ ഫീസാണ്. ADS വാർഡ് 5 ധന്വന്തരി NHG വാർഡ് 5 200 രൂപ അടച്ചു. എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ക്യാഷാണ് വന്നത്. INR 200 ഓൺലി എമൗണ്ട് അവിടെ ഓട്ടോമാറ്റിക് വരും. ആരാണോ ഇത് സൈൻ ചെയ്യുന്നത് അവരെന്ത് ചെയ്യുക? അതിനകത്ത് സൈൻ ചെയ്ത് സീലടിച്ച് കൊടുത്താൽ ഇത് വാലിഡാണ്. പക്ഷേ അത് നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാന മിഷനും ജില്ലാ മിഷനും തരുന്ന നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഇതാണ് നമുക്ക് റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇത് തൽക്കാലം എസ്കേപ്പ് അടിക്കുകയാണ്. ഇതാണ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സേവ് ചെയ്യുകയാണ്. 1251 റെസിപ്റ്റ് നമ്മൾ എൻ്റർ അടിച്ച് സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അന്നേ ദിവസം തന്നെ ഒരു അഫിലിയേഷൻ ഫീസ് കൂടെ വരികയാണ്. അന്നേ ദിവസമാണ്. അപ്പോൾ നമ്മൾ നോക്കണം, റെസിപ്റ്റ് നമ്പർ വന്നിട്ടുണ്ട് 1252 ഡിഫോൾട്ട് വന്ന് കിടക്കുകയാണ്. നമ്മൾ നേരത്തെ 1251 അടിച്ചു കൊടുത്തു. ഇനി 1252 വന്ന് കിടക്കുക. അപ്പോൾ നമ്മളൊന്ന് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനി കണ്ടിന്യൂസ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ, ഇൻ കേസ് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. റെസിപ്റ്റ് നമ്പർ, ക്യാഷ്, NHG അഫിലിയേഷൻ ഫീസാണ്. അഫിലിയേഷൻ ഫീസാണ് 100 രൂപ തന്നത് ADS വാർഡ് 1 അന്നപൂർണ NHG ആണ് തന്നത്. നമ്മൾ വാങ്ങിച്ചു. ഇനി അതിനകത്ത് പ്രത്യേകിച്ച് നരേഷനിൽ വേണമെങ്കിൽ റെസിപ്റ്റ് നമ്പർ ഒന്നുകൂടി നമുക്ക് കൊടുക്കാം. 1252 കൊടുക്കാം. പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. മുകളിൽ റെസിപ്റ്റ് നമ്പർ വരുന്നതുകൊണ്ട്, ഡിഫോൾട്ട് ഉള്ളതുകൊണ്ട് അതിന് മാറ്റമൊന്നും വരുത്തണമെന്ന് താല്പര്യമില്ല. വേണമെങ്കിൽ ഒന്നുകൂടി നരേഷനിൽ കൊടുത്തേക്കുക, സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ തൊട്ടടുത്ത ദിവസം ഈ പണത്തെ നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുകയാണ്. അത് കോൺട്രയാണ്. കോൺട്ര വൗച്ചർ എന്ന് വെച്ചാൽ കോൺട്രയിൽ നമ്മൾ നമ്പർ മാറ്റേണ്ട ആവശ്യമില്ല. അത് വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ മാറ്റിയിട്ടില്ല. നമ്മൾ പല ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പലത് ചെയ്തുകൊണ്ടാണ് കോൺട്ര നമ്പർ 19 കാണിക്കുന്നത്. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ അടയ്ക്കുന്നത്, ഈ പൈസ അടയ്ക്കുന്ന പള്ളിപ്പാട് PPD ഓൺ ഫണ്ടിലേക്കാണ് അടയ്ക്കുന്നത്. ക്യാഷാണ് പോകുന്നത്. ക്യാഷ് നിലവിൽ നമുക്ക് 300 രൂപയുണ്ട്. 200 രൂപ അഫിലിയേഷൻ ഫീസ് കിട്ടിയ 100 രൂപ അഫിലിയേഷൻ റിന്യൂവൽ കിട്ടിയ ഈ 300 രൂപ നമുക്കുണ്ട്. ക്യാഷ് ബാലൻസ് ഉണ്ട്. PPD ഓൺ ഫണ്ടിൽ നിലവിൽ ബാലൻസ് ഒന്നുമില്ല. ഈ 300 രൂപ നമ്മൾ അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയാണ്. ഇപ്പം ക്യാഷ് ബാലൻസ് 0 ആയി. ഓൺ ഫണ്ടിൽ, PPDയുടെ ഓൺ ഫണ്ടിൽ 300 രൂപയായി. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറ്റി മാറി ബാലൻസ് കാണിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചോളുക. ഇനി എപ്പോഴും ഈ ബാങ്കിലേക്ക് പൈസ അടയ്ക്കുന്ന സമയത്ത് ഡിനോമിനേഷൻ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടാണ്. നമുക്കിത് ഡിനോമിനേഷൻ അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനെ നമുക്ക് ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
ഇനി ഇവിടെ വെച്ച് നമുക്കൊന്ന് കോൺഫിഗർ ചെയ്യാം. ഇതിൽ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഞാൻ കോൺഫിഗർ ചെയ്യാം ഇവിടെ വെച്ചിട്ട്. ഇവിടെ ചെയ്തത് മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് ആ പൈസ ബാങ്കിലേക്ക് അടയ്ക്കുകയാണ്. ഓൺ ഫണ്ട് ടു ക്യാഷ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിരുന്നത്. ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് കോൺഫിഗർ ഒരിക്കൽ ചെയ്താൽ മതി. ഒന്ന് കോൺഫിഗർ ചെയ്തിട്ട് ഇവിടെ താഴെയായിട്ട് പ്രൊവൈഡ് ക്യാഷ് ഡിനോമിനേഷൻ ഡീറ്റെയിൽ എന്നുള്ള യെസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഒന്ന് നോ ആക്കുക. അപ്പോൾ ഈ നോട്ടിൻ്റെ ഡീറ്റെയിൽ ചോദിക്കത്തില്ല. അതുപോലെ തന്നെ മുകളിൽ ചെക്കിൻ്റെ ഡീറ്റെയിൽ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ആവശ്യമുള്ളവ മാത്രം ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തവ ഒഴിവാക്കാൻ പറ്റും. തൽക്കാലം നമ്മൾ ഡിനോമിനേഷൻ മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. കാര്യം ചെക്കും മറ്റു കാര്യങ്ങൾ വരുമ്പോൾ ഇൻസ്ട്രുമെൻറ്റ് നമ്പറും ഒക്കെ നമ്മൾ ബാങ്കും ഒക്കെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ഒരിക്കൽ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും കൊണ്ടുവരുമ്പോൾ ആവശ്യത്തിന് നമുക്കത് എൻ്റർ ചെയ്യാൻ കഴിയാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് അതൊന്നും നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നില്ല. ഡിനോമിനേഷൻ മാത്രം ഒഴിവാക്കുക. ഇപ്പോൾ അതിൻ്റെ ക്യാഷ്, ബാങ്കിൻ്റെ നെയിം, ഇൻസ്ട്രുമെൻറ്റ് നമ്പർ രേഖപ്പെടുത്താനുള്ള സ്ഥലമുണ്ട്. ഇപ്പം ഡിനോമിനേഷൻ ചോദിക്കുന്നില്ല, നമ്മൾ സേവ് ചെയ്യുകയാണ്. ഓക്കെ, വീണ്ടും ഞാൻ അഫിലിയേഷൻ റിന്യൂവലിൻ്റെയും ഫീസ് കളക്ട് ചെയ്യുന്ന ഒരിക്കൽ കൂടി മറ്റൊരു എൻട്രിയിലൂടെ ഒന്നുകൂടി കാണിക്കുകയാണ്. 15/5 നമ്മൾക്ക് റെസിപ്റ്റാണ്. F6 സെലക്ട് ചെയ്യുക. റെസിപ്റ്റ് നമ്പർ 1253 വന്നിട്ടുണ്ട്. ഇനി അതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ 1255 ആണെങ്കിൽ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ യഥാർത്ഥ റെസിപ്റ്റ് നമ്പർ തന്നെയാണോ നോക്കുക. നമ്മൾ മറ്റ് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ അത് ഡിഫോൾട്ട് കറക്റ്റ് വന്നുകൊണ്ടിരിക്കും. ഇനി അഥവാ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ടൈപ്പ് ചെയ്ത് മാറ്റാം. വരുന്നത് ക്യാഷായിട്ടാണ് വരുന്നത്. NHG അഫിലിയേഷൻ രജിസ്ട്രേഷൻ ഫീസാണ്. പുതിയ ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വരുന്നത് NHG രജിസ്ട്രേഷൻ ഫീസാണ്. ഓക്കെ, ഇവിടുത്തെ ബാലൻസ് ചെക്ക് ചെയ്തോണം. ക്യാഷ് ബാലൻസ് 0 ആണ്. NHG അഫിലിയേഷൻ ഫീസ് 200 രൂപ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം, തൊട്ട് മുമ്പ് നമ്മളൊരു NHGയുടെ 200 രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാ കാണിക്കുന്നത്, അല്ലാതെ 200 രൂപ കയ്യിൽ കാശുണ്ടെന്നല്ല കാണിക്കുന്നത്. ഇപ്പോൾ 200 രൂപ നമ്മൾ വാങ്ങുമ്പോൾ അത് ADS വാർഡ് 4-ലെ പുതിയൊരു അയൽക്കൂട്ടമാണ്. ഇവിടെ നമ്മൾ അയൽക്കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് Alt+C പ്രസ് ചെയ്യുക. ADS വാർഡ് 4 എന്നുള്ളത് സെലക്ട് ചെയ്യുക. തത്വമസി കുടുംബശ്രീ. വാർഡ് 04 200 രൂപ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമുക്ക് ബാങ്കിലേക്ക് അടയ്ക്കാം. അന്നേ ദിവസം തന്നെ ബാങ്കിൽ അടയ്ക്കുന്നു. ഓൺ ഫണ്ടിലേക്കാണ് അടയ്ക്കുന്നത്. ക്യാഷ് അടയ്ക്കുന്നു 200 രൂപ. ഇത് നമ്മൾ അഫിലിയേഷൻ റിന്യൂവൽ ഫീസ് മാത്രമായിട്ട് വാങ്ങിയ ഒരു എൻട്രിയാണ് കാണിക്കുന്നത്. റെസിപ്റ്റ് നമ്പർ 1256. ഓൺ ഫണ്ട് ക്യാഷാണ് വരുന്നത്. ക്യാഷല്ല, NHG അഫിലിയേഷൻ ഫീസ് 100 രൂപ. ADS വാർഡ് 2-ലെ ഭാഗ്യ NHG ആണ് 100 രൂപ തരുന്നത്. നമ്മൾ വാങ്ങുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഈ പണത്തിനെ നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുന്നു. തൊട്ടടുത്ത ദിവസം F2 അടിക്കുക, ഡേറ്റ് ചേഞ്ച് ചെയ്യുക. ഓൺ ഫണ്ട് ടു ക്യാഷ്. ഓൾറെഡി നമ്മൾ ബാങ്കിൽ അടച്ചിട്ടുണ്ട്, അതുകൊണ്ടത് ക്യാഷ് ബാലൻസ് ഇല്ല. ഓക്കെ, ഇനി ഓഡിറ്റ് ഫീസ്. നമ്മൾ സാധാരണ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഇടപാടാണ് ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത്. നമ്മൾ ലെഡ്ജറിൻ്റെ കോഡ് പരിശോധിക്കുന്ന സമയത്ത് ഓഡിറ്റ് ഫീസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കോഡുകളൊന്നുമില്ല. കാരണം ഇത് ജില്ലാ മിഷനിലേക്ക് പോകുന്ന ഫണ്ടല്ല. ജില്ലാ മിഷനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓഡിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ പണം നമ്മൾ വാങ്ങിച്ചത് ഓഡിറ്റർക്ക് കൊടുക്കുക മാത്രമേ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കോഡുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. NHG ഓഡിറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതിയാവും. അണ്ടർ കറണ്ട് ലയബിലിറ്റി ആണ്. നമുക്കതിൻ്റെ റെസിപ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. റെസിപ്റ്റാണ്. ഡേറ്റ് ചെക്ക് ചെയ്യുക. വരുന്നത് ക്യാഷായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. Alt+C പ്രസ് ചെയ്യുക. വിളിച്ച് സെക്കൻഡറി ലെഡ്ജർ ക്രിയേഷൻ എന്നാണ് അതിൻ്റെ പേര്.
ഇതിൻ്റെ പേര് കൊടുക്കുക NHG ഓഡിറ്റ് ഫീസ് അണ്ടർ കറണ്ട് ലയബിലിറ്റി ആണ്. NHG ഓഡിറ്റ് ഫീസ്, NHG കാസ് ഓഡിറ്റ് ഫീസ് എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ കറണ്ട് ലയബിലിറ്റി ആണ്. കാര്യം ഈ പണം നമ്മൾ ഓഡിറ്റർക്ക് കൊടുക്കേണ്ടതാണ്, അതുകൊണ്ട് കറണ്ട് ലയബിലിറ്റി ആണ്. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല, പക്ഷേ കോസ്റ്റ് സെൻറ്റർ അപ്ലൈ ചെയ്യണം. ആരാണ് ഓഡിറ്റ് ഫീ തന്നത് എന്നുള്ളത് നമ്മളിവിടെ രേഖപ്പെടുത്തണം, അതുകൊണ്ട് തന്നെ കോസ്റ്റ് സെൻറ്റർ വേണം. ഇവിടെ കോസ്റ്റ് സെൻറ്റർ ആക്റ്റീവാണ്, അതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്ത് സേവ് ചെയ്യാം. ഓക്കെ, 325 രൂപ ഓഡിറ്റ് ഫീസ് വാങ്ങിച്ചു. അങ്ങനെ ഒന്നുകൂടെ എൻ്റർ ചെയ്യുമ്പോഴേക്കും ആരാണ് ഓഡിറ്റ് ഫീസ് എന്ന് ADS വാർഡ് 2 ഭാഗ്യ NHG ആണ് 325 രൂപ ഓഡിറ്റ് ഫീസ് തന്നത്. ഭാഗ്യ NHGയുടെ കൊടുത്ത റെസിപ്റ്റ് നമ്പർ സെയിം ആണോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് റെസിപ്റ്റ് നമ്പർ വേണമെങ്കിൽ ഒന്നുകൂടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ സേവ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, തൊട്ടടുത്ത ദിവസം വീണ്ടും നമ്മൾ ഓഡിറ്റ് ഫീ വാങ്ങുന്ന ഒരു എൻട്രിയും കൂടി ചെയ്ത് കാണിക്കുകയാണ്. വരുന്നത് ക്യാഷായിട്ടാണ്. NHG ഓഡിറ്റ് ഫീസാണ് വരുന്നത്. NHG ഓഡിറ്റ് ഫീസാണ് വരുന്നത് 325 രൂപ. അത് ADS വാർഡ് 3 കൃഷ്ണ NHG ആണ് 325 രൂപ തന്നിരിക്കുന്നത്. നമുക്ക് 1258 എന്ന് പറയുന്ന റെസിപ്റ്റ് നമ്പർ നരേഷനിൽ ഒന്നുകൂടെ കാണിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഈ പണത്തെ നമ്മൾ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുന്നു. കോൺട്രാ പ്രസ് ചെയ്യുക. ഓൺ ഫണ്ടിലേക്കാണ് പോകുന്നത്. ക്യാഷാണ് അടയ്ക്കുന്നത്. 650 രൂപ ക്യാഷ് ബാലൻസ് കാണിക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ ബാങ്കിലേക്ക് അടയ്ക്കുന്നു. നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു എൻട്രി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിപ്പം എൻട്രി ചെയ്ത് പഠിച്ചത് NHG രജിസ്ട്രേഷൻ ഫീസ്, NHG അഫിലിയേഷൻ റിന്യൂവൽ ഫീസ്, NHG ഓഡിറ്റ് ഫീസ്. അടുത്തത് NHG ഓഡിറ്റിംഗ് ആൻഡ് അഫിലിയേഷൻ ഫീസ്. രണ്ടും കൂടെ ഒന്നിച്ചൊരു രസീതിൽ എഴുതുകയാണെങ്കിൽ അതിൻ്റെ എൻട്രി എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഡേറ്റ് സെലക്ട് ചെയ്യുക, റെസിപ്റ്റ് നമ്പർ കൊടുക്കുക. ഇവിടെ വരുന്നത് ക്യാഷായിട്ടാണ് വരുന്നത്. ആദ്യം നമ്മൾ NHG ഓഡിറ്റ് ഫീസ് 325 രൂപ ADS വാർഡ് 4 ഒരു NHG കൊടുക്കാം. ദുർഗ NHG വാർഡ് 4 325 രൂപ. അതിൻ്റെ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും കൊടുത്തു കഴിഞ്ഞു. നമ്മൾ വീണ്ടും NHG അഫിലിയേഷൻ ഫീസ് 100 രൂപ. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തത് NHG ഓഡിറ്റ് ഫീസ് കൊടുത്തു 100 രൂപ 325 രൂപ. രണ്ടാമത്തെ NHG അഫിലിയേഷൻ ഫീസ് 100 രൂപ കൊടുത്തു. അതും ഏത് ഗ്രൂപ്പാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ADS വാർഡ് 4 ദുർഗ. നമ്മളിത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. NHG ഓഡിറ്റ് ഫീസ് തന്ന ADS വാർഡ് 4, ദുർഗ NHG വാർഡ് 4, NHG അഫിലിയേഷൻ ഫീസ് ADS വാർഡ് 4, ദുർഗ NHG വാർഡ് 4. മൊത്തം കൂടെ 425 രൂപ ഒറ്റ റെസിപ്റ്റിലായിരിക്കും വാങ്ങിച്ചത്. ആ ഒറ്റ റെസിപ്റ്റ് എമൗണ്ട് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എങ്ങനെയാണെന്ന് നോക്കാം. പ്രിൻ്റ് പ്രസ് ചെയ്യുക, കറണ്ട് സെലക്ട് ചെയ്യുക, പ്രിവ്യൂ നോക്കുക. നമ്മൾ പ്രിൻ്റ് എടുക്കുന്നില്ല, പ്രിവ്യൂ നോക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ കാണാൻ പറ്റും റെസിപ്റ്റ് നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ഇനമുണ്ട്, ആരാണ് തന്നതെന്നുള്ളതുണ്ട്. പിന്നെ അടുത്തത് അഫിലിയേഷൻ ഫീസ് ആരാണ് തന്നതെന്നുള്ളതുണ്ട്. മൊത്തം 425 ഒറ്റ റെസിപ്റ്റ് കാണാനും പറ്റുന്നുണ്ട്. ഇതാണ് അതിൻ്റെ റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ ഇതാണ് NHG ഓഡിറ്റിംഗ് ആൻഡ് അഫിലിയേഷൻ ഫീസ് എന്ന് പറയുന്നത്. ഒരു എൻട്രി കൂടെ ചെയ്ത് കാണിക്കാം. റെസിപ്റ്റിനകത്ത് ക്യാഷ്, NHG ഓഡിറ്റ് ഫീസ് 260 രൂപ, ADS വാർഡ് 2 ഒരു NHG, അതായത് ചൈതന്യ NHG 260 രൂപ തന്നു. സേവ് ചെയ്യുന്നു. അടുത്ത അവർ തന്നെ NHG ആ രസീതിൽ തന്നെ NHG അഫിലിയേഷൻ ഫീസിന് 100 രൂപ തരുന്നുണ്ട്. അതും ADS വാർഡ് 2 ചൈതന്യ. ഇവിടെ ചെയ്യുമ്പോൾ 2 വാർഡും 2 അയൽക്കൂട്ടമായി പോകരുത്. തെറ്റാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ 360 രൂപയുടെ ചേർത്ത് സേവ് ചെയ്യുന്നു. ഓക്കെ, ഈ പണത്തെ നമ്മളൊന്ന് ബാങ്കിലേക്ക് അടയ്ക്കാണ്. F4 പ്രസ് ചെയ്ത് കോൺട്രാ എടുക്കുക, ഓൺ ഫണ്ട് എടുക്കുക. ഓൺ ഫണ്ടിലേക്കാണ് ഈ ക്യാഷ് പോകുന്നത്.
ഇതിന് 785 രൂപ നമ്മൾ ഓൺ ഫണ്ടിലേക്ക് അടച്ചതിനെ സേവ് ചെയ്യുന്നു. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞത് രജിസ്ട്രേഷൻ ഫീസ്, അഫിലിയേഷൻ റിന്യൂവൽ, ഓഡിറ്റ് ഫീസ്, ഓഡിറ്റിംഗ് ആൻഡ് അഫിലിയേഷൻ ഫീസ് ഒന്നിച്ച് വാങ്ങുന്നത്. ഇനി ലിങ്കേജ് ലോൺ സർവീസ് ചാർജാണ്. റെസിപ്റ്റ് എടുക്കുക, വരുന്നത് ക്യാഷ് ആയിട്ടാണ്. അവിടെ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൺ ഫണ്ട് ഇൻകം ആണ് ലിങ്കേജ് ലോൺ സർവീസ് ചാർജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിങ്കേജ് ലോൺ നടിക്കുമ്പോൾ തന്നെ വരും. ഓൺ 08 ലിങ്കേജ് ലോൺ സർവീസ് ചാർജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവിടെ നിന്നുണ്ട് Alt C പ്രസ് ചെയ്ത് സെക്കൻഡറി ക്രിയേഷൻ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്യുക. ഒരു 600 രൂപ, 4 ലക്ഷം രൂപയ്ക്ക് 600 രൂപ സർവീസ് ചാർജ് വന്നു. ആരാ തന്നേന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തണം. വാർഡ് 4 NG ധനലക്ഷ്മി NG ആണ് 600 രൂപ തന്നിരിക്കുന്നത്. നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. റെസിപ്റ്റ് നമ്പർ ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ഏത് വാർഡിൽ ഏത് NG ആണ് എന്നുള്ളത് സേവ് ചെയ്യുക. നമ്മൾ അന്ന് തന്നെ ബാങ്കിലേക്ക് അടയ്ക്കുന്നു. ഓൺ ഫണ്ട് ടു ക്യാഷ് 600 രൂപ. ഇനി NG അപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ME രജിസ്ട്രേഷൻ ഫീസും. അതിൻ്റെ കൂടെ രണ്ട് നമുക്ക് നോക്കാം. വരുന്നത് ക്യാഷ് ആയിട്ടാണ്. ഇവിടെ ADS വാർഡ് ME അഫിലിയേഷൻ ഫീസ്, ME രജിസ്ട്രേഷൻ അഫിലിയേഷൻ എന്ന് പറയുന്നത് ഓൺ ഫണ്ട് ഇൻകം ആണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ME രജിസ്ട്രേഷൻ ആൻഡ് അഫിലിയേഷൻ ഫീസ് 150 രൂപ. ഇവിടെ ADS വാർഡ് 2 KK കാറ്ററിംഗ്, വാർഡ് 2 ADS വാർഡ് 3 KK കാറ്ററിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. 150 രൂപ. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പണം വന്നു. ME രജിസ്ട്രേഷൻ ആൻഡ് അഫിലിയേഷൻ ഫീസാണ്. ADS വാർഡ് 3 KK കാറ്ററിംഗ് ആണ് വന്നിരിക്കുന്നത്. 150 രൂപ. സേവ് ചെയ്യുക. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇതിനെ അങ്ങോട്ട് കോർണർ ഇട്ടിട്ട് ബാങ്കിലേക്ക് അടയ്ക്കാം. ഓൺ ഫണ്ട് ടു ക്യാഷ് 150 രൂപ. ഓക്കെ, ഇത്രയും വിഷയങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു CDSലേക്കുള്ള വരുമാനം അതെങ്ങനെയാണ് എന്നുള്ളതും ദൈനംദിന ഇടപാടുകൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. നമുക്ക് ഇതെങ്ങനെ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും കൂടെ നോക്കി നമുക്കിത് ഈ സെഷൻ അവസാനിപ്പിക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് നമുക്ക് ആദ്യം നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട് എൻ്റർ ചെയ്യുക. Alt F1 പ്രസ് ചെയ്താൽ ഡീറ്റെയിൽ കിട്ടും. അതിൽ ഓൺ ഫണ്ട് ഇൻകമായിട്ട് 1550 രൂപ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ ഒന്നുകൂടി എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് NG അഫിലിയേഷൻ ഫീസ് 400 രൂപ, രജിസ്ട്രേഷൻ റിന്യൂവൽ ഫീസ് 400 രൂപ, ME രജിസ്ട്രേഷൻ 150 രൂപ, ലിങ്കേജ് ലോൺ സർവീസ് ചാർജ് 600 രൂപ. ഇനി ഇത് വീണ്ടും എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആരൊക്കെയാണ് തന്നതെന്നുള്ളത് അറിയാൻ പറ്റും. ഏത് മാസമാണ്, ആരാണ് തന്നത് എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കാം. ബാലൻസ് ഷീറ്റിൽ പ്രത്യേകിച്ചൊന്നും കാണില്ല. കാരണം ഇവിടെ ബാങ്കിൽ 2785 രൂപ വന്നിട്ടുണ്ട്. അതിൽ 2 പാർട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് NG ഓഡിറ്റ് ഫീസായിട്ട് 1235 രൂപയും ഓൺ ഫണ്ടിൻ്റെ എക്സസ് ഉള്ള പ്രോഫിറ്റ് പോർഷൻ എന്ന് പറയുന്നത് 1550 രൂപയുമാണ് നമുക്ക് വന്നിട്ടുള്ളത് ലയബിലിറ്റി ആയിട്ട്. അതിൽ ലയബിലിറ്റി അല്ല, എക്സസ് ഫണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫണ്ടാണ്. അത് പിന്നെ ക്യാപിറ്റലിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. മാനുവലായിട്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം ചെയ്യണം. ഓഡിറ്റ് ഫീസ് എന്ന് പറയുന്നത് നമുക്കത് തിരിച്ച് ഓഡിറ്റർക്ക് കൊടുക്കാനുള്ളതാണ്. സർവീസ് ചാർജ് ഒഴികെയുള്ളത് ഓഡിറ്റർക്ക് കൊടുക്കണം. സർവീസ് ചാർജ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പുറത്തെ അത്രയും പൈസ തന്നെ ബാങ്കിലുണ്ട് എന്നുള്ളതാണ്, ഓൺ ഫണ്ടിലുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു അവസ്ഥ. നമുക്ക് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എടുക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എടുക്കുക, കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യുക, ലെഡ്ജർ ബ്രേക്കപ്പ് എടുക്കുക. ശരിക്കും നമ്മൾ ഈ സെഷനിൽ ഇതുവരെ ഇത്രയും ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ചലഞ്ച് ഫണ്ട് നമ്മൾ ഡിഫോൾട്ടായിട്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ജെൻഡർ റിസോഴ്സ് സെൻറ്റർ ഉപയോഗിച്ചിട്ടില്ല. ഇൻ്റർ സബ്സിഡി ഉപയോഗിച്ചിട്ടില്ല. ഓഡിറ്റ് ഫീസ് ഉപയോഗിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രാൻഡ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ലെഡ്ജറുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഓരോ ലെഡ്ജറിലും ട്രാൻസാക്ഷൻസ് എങ്ങനെ വരും നോക്കാം. ഒന്ന് ലിങ്കേജ് ലോൺ സർവീസ് ചാർജാണ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നമുക്ക് ADS വാർഡ് 4 നിന്നും ധനലക്ഷ്മി NG 600 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ ADS വാർഡ് 5 ഇങ്ങനെ വരുമ്പോൾ ആ ലിസ്റ്റ് ഇങ്ങനെ നീണ്ടു താഴോട്ട് പോകും. ഇനി ME രജിസ്ട്രേഷൻ ആൻഡ് അപ്ലിക്കേഷൻ ഫീസ് വാർഡ് 3 KK കാറ്ററിങ്ങിൻ്റെ 150 രൂപ. NG രജിസ്ട്രേഷൻ ഫീസ് 2 ഗ്രൂപ്പാണ് വന്നത്. വാർഡ് 4 നിന്നും വാർഡ് 5 നിന്നും 2 ഗ്രൂപ്പുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്.
എനർജി അപ്ലിക്കേഷൻ റിന്യൂവൽ ഫീസ് വാർഡ് 1, വാർഡ് 2, വാർഡ് 4 ഇങ്ങനെ 4 അയൽക്കൂട്ടത്തിൽ നിന്നും 400 രൂപ കിട്ടി. അക്കൗണ്ടൻറ്റ് സാലറി നമ്മൾ ചെയ്തിട്ടില്ല. ഇനി നമുക്കുള്ളത് ഓഡിറ്റ് ഫീസാണ്. ഓഡിറ്റ് ഫീസ് വന്നത് വാർഡ് 2-ലെ 2 ഗ്രൂപ്പും വാർഡ് 3-ലെ 1 ഗ്രൂപ്പും വാർഡ് 4-ലെ 1 ഗ്രൂപ്പും ചേർത്തിട്ടാണ് നമുക്ക് ഓഡിറ്റ് ഫീസ് വന്നിട്ടുള്ളത്. ഇതിലൂടെ എമൗണ്ടും അറിയാൻ പറ്റും, ഏതൊക്കെ ഗ്രൂപ്പ് തന്നു എന്നുള്ളതും വളരെ സിമ്പിളായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ കോസ്റ്റ് സെൻറ്ററിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ധാരാളം ലെഡ്ജറുകൾ വാരി കൂട്ടിയിട്ട് ലാസ്റ്റ് കണക്കുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ നമ്മുടെ കണക്ക് കൃത്യമായി കൊണ്ടുപോകുന്നതിന് കോസ്റ്റ് സെൻറ്റർ നമ്മളെ സഹായിക്കും. അത് ഫലവത്തായിട്ട് ചെയ്യുന്നതിനുള്ള ടെക്നിക്കുകൾ കൂടി മനസ്സിലാക്കി പോവുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 വീഡിയോയിലൂടെ ഒന്നാമത്തെ CVO ക്രിയേഷനും രണ്ടാമത്തെ ഈ തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചെറിയ ചെറിയ എൻട്രികൾ ഉൾപ്പെടുന്ന ആ വീഡിയോയിലൂടെയും നമ്മുടെ ഏതാണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള പ്രധാന കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. മറ്റ് പ്രധാന വീഡിയോകൾ, അതായത് CS അക്കൗണ്ടൻറ്റ് സാലറി മുതൽ മുകളിലോട്ടുള്ള പ്രധാനപ്പെട്ട ഐറ്റങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം. ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.